കോലഞ്ചേരി ഏരിയയിൽ നല്ല മഴ. നല്ല മഴയുണ്ടല്ലോ. നമ്മളിപ്പോൾ സ്വർണത്തിൻ്റെ അവിടെ നിർത്തിയിട്ടേക്കുക മഴ കാരണം. ഒന്ന് കുറഞ്ഞപ്പോൾ വന്നിട്ട് ഭയങ്കര മഴ. എന്തോ സൈക്ലോണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രാവിലെ ഈ സമയത്തും റിട്ടേൺ ഓഫ് മൈൻസോൺ ഒക്ടോബറിൽ രാവിലെ ഈ സമയത്ത് മഴ പെയ്യില്ല. ഈ മഴയത്ത് തന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ നോക്കുന്നത് അതിനൊക്കെ വെടിവെച്ച് വരും. റോഡ് പോലും കാണാൻ പാടില്ല, അതുപോലത്തെ മഴയാണ്. അന്നേരം ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെയൊക്കെ ശരിക്കും ലൈറ്റ് വേണ്ട, ട്രാഫിക് ലൈറ്റ് വേണ്ട ജംഗ്ഷനാണ്. മാങ്ങാത്തൊലി മറ്റേ അങ്ങേയറ്റത്തെ സ്പോർട്സ് സേഫ്റ്റി ഒരു ജംഗ്ഷനിൽ ഒരു ലൈറ്റ് പോലും പിടിപ്പിച്ചിട്ടില്ല. ജീവിതത്തിൽ വർത്താനം മാത്രം അങ്ങേയറ്റം. അതിപ്പോൾ കേന്ദ്രവും കേരളവും ഒന്നും മോശമല്ല. ഡയലോഗിൻ്റെ കാര്യത്തിൽ അയ്യോ, ഇവിടെ അമേരിക്കയുടെ യൂറോപ്പിൻ്റെ അപ്പുറം അല്ല ഒരു ട്രാഫിക് ലൈറ്റ് പോലും ഒരു ജംഗ്ഷനിൽ പിടിപ്പിച്ചു. നാഷണൽ ഹൈവേയിൽ കാരണം ട്രാഫിക്കിൽ ജംഗ്ഷനിലൊരു ട്രാഫിക് ലൈറ്റ് ലോകത്തിൽ സോമാലിയയിലും അല്ല, സോമാലിയല്ല അതിലും വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ. ആഫ്രിക്കയിൽ വളരെ പട്ടിണി പാവങ്ങളുടെ രാജ്യങ്ങളിൽ പോലും ഏത് ജംഗ്ഷനിൽ ചെന്നാലും ട്രാഫിക് ലൈറ്റ് കാണും. ഇവിടെ അതില്ല. ഇതൊക്കെ പറയണ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മ ഇവന്മാരൊക്കെ ഒരു മയക്കം കെട്ടിക്കഴിഞ്ഞാൽ പറയണ വർത്താനം കേട്ടാൽ നമ്മൾ ചെല്ലുന്നു. കാരണം 3 വേ ജംഗ്ഷനിൽ 4 വേ ജംഗ്ഷനിൽ ലോകത്ത് എല്ലായിടത്തും, ഇന്ത്യ ഒഴികെ ബാക്കി എല്ലായിടത്തും ട്രാഫിക് ലൈറ്റ് ഉണ്ട്. അതില്ലാത്ത ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഭയങ്കര മഴയുള്ള സൈക്ലോൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും മഴ രാവിലെ പെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ആളുകൾക്കൊരു മയമില്ല കേട്ടോ വണ്ടി ഓടിക്കണം. ഇത്ര സാധാരണ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു 10 കിലോമീറ്റർ കുറച്ച് ഓടിക്കണം. ഞാനിപ്പോൾ ഇത് 40-നും 30-നും ഇടയ്ക്കായിട്ടോ വണ്ടി ഓടിക്കണം. ലൈറ്റ് ഇട്ടോ ഓടിക്കണം, സ്പീഡ് കുറച്ച്. മിക്ക ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്ത് ആരെങ്കിലും പുറത്തേക്ക് കയറ്റാൻ നോക്കും. ഞാൻ സ്പീഡ് റെഡി മഴ പെയ്യുമ്പോൾ ഞാൻ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. പണ്ട് ആ പറമ്പിലെ വെള്ളം മുഴുവൻ റോഡിലേക്ക് വരില്ല. എന്നിട്ട് ആ പറമ്പിലെ വെള്ളം മുഴുവൻ റോഡിലേക്ക് വരും. പുതിയ ആരാണ്ട് ഏതോ കമ്പനിക്കാർ വരണ്ടെന്ന് പറഞ്ഞു. അത് ഏതോ വള്ളിക്കെട്ടാണ്. മിക്കാതെ എന്തെങ്കിലും ഇവിടെ വന്നേക്കണ കമ്പനിക്കാരൊക്കെ ഡി കമ്പനിയുടെ ഏതെങ്കിലും ആളുകളായി ബാക്കിയുടെ സൈഡിൽ ഒരു കമ്പനിക്കാർ വന്നു. കോലഞ്ചേരി ഏരിയയിൽ വന്നേക്കണ കമ്പനിക്കാരല്ല, ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിൽ വന്നേക്കണ കമ്പനിയൊക്കെ ഡി കമ്പനിയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണ്. അല്ലാത്തൊന്നും ഇവിടെ വന്നിട്ടില്ല ഈ പ്രദേശത്ത്. അതിൻ്റെ ബിനാമിയോ അങ്ങനെ എന്തെങ്കിലും പാർട്ടികളായിരിക്കും.
മിക്കവാറും ഇത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനും സാധ്യത കൂടുതൽ. നല്ല സൈക്ലോണിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. എങ്ങാണ്ടൊരു സൈക്ലോൺ വരണ്ട് 26-നും 30-നും ഇടയ്ക്ക് ഒറീസ ഭാഗത്ത് ഏതോ സൈക്ലോൺ വരണ്ട. ഒറീസയാണോ അതെയോ നമ്മുടെ ഒറീസ എന്ന് കേട്ടെ. ഒറീസ പിന്നെ വെസ്റ്റ് ബംഗാൾ അല്ല ആന്ധ്രാപ്രദേശിൻ്റെ ഏരിയ കൂടെ പാസ് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ ആ സെക്ടറിൽ. തമിഴ്നാട്ടിൽ ചെറുതായിട്ട് മഴ പെയ്യും. ഒരു സൈക്ലോൺ പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മഴയായിരിക്കും ഈ കാണുന്നത്. അത് സൈക്ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഐ വലുതായിരിക്കും. അതിൻ്റെ ഐയുടെ എൻ്റെ ഏരിയയൊക്കെ ആയിരിക്കും, എൻ്റെ ഏരിയയിൽ നിന്ന് വരുന്ന റെയിനായിരിക്കും ഇവിടെ കാണുന്നത്. ഈ സൈക്ലോണിൻ്റെ വിട്ട് ഒരു 500-600 കിലോമീറ്റർ കാണും. പിന്നെ പക്ഷേ അതിൻ്റെ ഇതൊരു 3000 കിലോമീറ്റർ അതിൻ്റെ ഒരു റെയിൻഫോൾസ് ഉണ്ടാവും ചെറുതായി. ആ ഇതായിരിക്കും ഇവിടെ കാണുന്നത്. ഒരു 3000 കിലോമീറ്റർ ഡയമീറ്ററിൽ ചിലപ്പോൾ അതിൻ്റെ റെയിൻഫോൾ ഉണ്ടാവും. പക്ഷേ അതിന് ഇമ്പാക്റ്റ് ഒരു 500-600 കിലോമീറ്ററിനുള്ളിലായിരിക്കും. ആന്ധ്ര ഏരിയയിലാണ്. പക്ഷേ ചിലപ്പോൾ ഒരു 3000 കിലോമീറ്റർ ഏരിയയിൽ അത് പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ റെയിൻഫോൾസ് ഉണ്ടാവും. ആ റെയിൻഫോൾ ആയിരിക്കണം. അല്ലാതെ മോർണിംഗിൽ ഇപ്പോൾ റെയിൻഫോൾ ഇല്ല. ഇപ്പോൾ റിട്ടേൺ ഓഫ് മൺസൂൺ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ റെയിൻഫോളേ ഉള്ളൂ. സീസണൽ റെയിൻഫോളിൽ ഇപ്പോൾ ആഫ്റ്റർനൂൺ ഉള്ളൂ, മോർണിംഗ്